ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ വീക്കെൻഡായി, എന്തുണ്ട് വിശേഷം? കഴിഞ്ഞ വീക്കെല്ലാം പ്രോഫിറ്റബിൾ ആയിരുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയാം, നമ്മളെല്ലാ വീക്കും നല്ല സ്റ്റോക്സിൻ്റെ ബ്രേക്കൗട്ട് ഏരിയസും അല്ലെങ്കിൽ മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്സ്, അല്ലെങ്കിൽ സപ്പോർട്ട് നിൽക്കുന്ന സ്റ്റോക്സിൻ്റെയൊക്കെ ലിസ്റ്റ് ഷെയർ ചെയ്യാറുണ്ട്. മാക്സിമം എല്ലാ സ്റ്റോക്സും പെർഫോം ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നവർക്കറിയാം, നല്ല രീതിയിൽ നമ്മൾ മാക്സിമം എല്ലാവർക്കും ഹെൽപ്ഫുള്ളായ രീതിയിൽ എൻ്റെ വാച്ച് ലിസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വീക്ക് ഞാൻ വാക്ക് തന്ന പോലെ തന്നെ എൻ്റെ ഒരു വാച്ച് ലിസ്റ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആ വാച്ച് ലിസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ കാണണം. നമ്മൾ കഴിഞ്ഞ നിഫ്റ്റിയുടെ കുറച്ച് ദിവസത്തെ പെർഫോമൻസ് നോക്കിയാൽ നമുക്കറിയാം എന്താണ് നിഫ്റ്റിയിൽ കാണുന്നത്. ഒരു ഡൗൺ സൈഡാണ് കാണുന്നത്. അപ്പോൾ ആ ഡൗൺ സൈഡ് മേ ബി നമുക്ക് പറയാം ഈ ഒരു ബ്രേക്കൗട്ട് തന്ന സോണിലേക്കും നിഫ്റ്റി മാർച്ച് ചെയ്യുന്നതാണെന്ന് നമുക്ക് വേണേൽ പറയാം. ഒരു റീടെസ്റ്റ് ആണെന്ന് നമുക്ക് വേണേൽ വിശ്വസിക്കാം. ബട്ട് വീക്ക്നെസ് ഉണ്ട്, ലൈറ്റ്ലി നിഫ്റ്റിയിൽ വീക്ക്നെസ് ഉണ്ട്. ഒരു മേക്ക് ഓർ ബ്രേക്ക് ലെവലിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. 25,130 എന്നുള്ള റേഞ്ച് നിഫ്റ്റി ഹോൾഡ് ചെയ്തില്ലെങ്കിൽ അടുത്ത് 25,000 എന്നുള്ള റേഞ്ചിലേക്ക് നിഫ്റ്റി മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു ഡൗൺ സൈഡ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് 4 അവർ ചാർട്ടിലേക്ക് ഒന്ന് പോകാം. കണ്ടില്ലേ, നിഫ്റ്റിയിൽ കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്നത്. 4 അവർ നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാണ്, ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആൻഡ് നിഫ്റ്റി മാക്സിമം ഈ 25,100 എന്നുള്ള റേഞ്ച്, ഈ 2 ഗ്രീൻ ലൈനെ വരച്ചിട്ടുണ്ട്. ഈ റേഞ്ചിലേക്ക് എത്തിയാൽ ആൻഡ് അവിടെ ഹോൾഡ് ചെയ്തില്ലെങ്കിൽ 24,730, ഈ ഒരു 300 പോയിൻറ്റ്സ് വീണ്ടും ഡൗൺ സൈഡ് പോകാനുള്ള സാധ്യതയുണ്ട്. സോ നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് അനുസരിച്ചായിരിക്കും നമ്മുടെ സ്വിംഗ് ട്രേഡിംഗ് പൊസിഷൻസ് ആയാലും മറ്റ് സ്റ്റോക്കുകളായാലും പെർഫോം ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നിഫ്റ്റിയുടെ ലെവൽസ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നിഫ്റ്റി അവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ നിങ്ങൾ ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കാൻ പോകാവുള്ളൂ. അല്ലെങ്കിൽ ലോസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിഫ്റ്റി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് അറിഞ്ഞിരിക്കേണ്ടത് നമ്മളെപ്പോലത്തെ ട്രേഡേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഓക്കെ, അപ്പോൾ ബ്ലൈൻഡായിട്ട് ട്രേഡുകൾ എടുക്കരുത്. അപ്പോൾ നമുക്കിപ്പോൾ നിഫ്റ്റിയുടെ ലെവൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കി സ്റ്റോക്കുകൾ, അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ 4-5 ദിവസമായിട്ട് മാർക്കറ്റ് ഡൗൺ ആണ്, എന്നിട്ടും പെർഫോം ചെയ്യുന്ന സ്റ്റോക്സാണ് ഞാൻ തിരഞ്ഞെടുത്തത്. കാര്യം അങ്ങനത്തെ സ്റ്റോക്സ് തിരഞ്ഞെടുത്തിട്ടേ കാര്യമുള്ളൂ. അതിന് റിലേറ്റീവ് സ്ട്രെങ്ത്ത് കുറച്ച് കൂടുതലായിരിക്കും. മറിച്ച് നിഫ്റ്റി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് സെറ്റപ്സ് കിട്ടിയേനെ. ബട്ട് നിഫ്റ്റി പെർഫോം ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സെറ്റപ്സും വീക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും കുറച്ചും കൂടെ റിലേറ്റീവ് സ്ട്രെങ്ത്തുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സാധ്യതയുള്ള സ്റ്റോക്സാണ് ഞാൻ ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുള്ളത്. മാക്സിമം എൻ്റെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്സൊക്കെ ഒന്ന് പഠിച്ചു നോക്ക്. നിങ്ങളുടെ ഒരു വിലയിരുത്തലും കൂടെ വരട്ടെ. മാക്സിമം ഞാൻ എൻ്റെ എഫേർട്ട് എടുത്ത് ഏറ്റവും സ്ട്രോങ് സ്റ്റോക്സ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്റ്റോക്സിലേക്ക് പോവാം. ആദ്യത്തെ സ്റ്റോക്ക് ഏജിസ് വോപാക്ക് ആണ്. ഇപ്പോൾ ഞാൻ 250 റേഞ്ചിൽ ഞാൻ ഈ സ്റ്റോക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 1 വീക്ക് മുന്നേ. ആ സ്റ്റോക്ക് നല്ല രീതിയിൽ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ IPO സ്റ്റോക്കാണ് 267. ആ ഒരു ഹൈയിൽ ഈ സ്റ്റോക്ക് റെസിസ്റ്റൻസ് എടുക്കുകയാണ്, ഞാൻ വരച്ചിട്ടുണ്ട്. ഈ റേഞ്ചിൽ സ്റ്റോക്ക് റെസിസ്റ്റൻസ് എടുക്കുകയാണ്. ഒരു 270ക്ക് മുകളിൽ ഈ സ്റ്റോക്ക് സ്ട്രോങ്ലി ക്ലോസ് ചെയ്താൽ മേ ബി 286, 300 ലെവൽസിലേക്ക് ഈ സ്റ്റോക്ക് പോകാൻ സാധ്യതയുണ്ട് ഇനിയും. ആൻഡ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്താണ്? ഈ ഒരു റേഞ്ചിന് മുകളിൽ സ്ട്രോങ് ക്ലോസിങ് ഏജിസ് വോപാക്ക് തരണം. അങ്ങനെയെങ്കിൽ നല്ല രീതിയിൽ 280, 300 ലെവൽസിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ കമ്പൽസറി ആയിട്ട് ഇട്ടേക്കാം. ഓക്കെ, അടുത്തതാണ് ബെൻസാൾ വയർ എന്നുള്ള കമ്പനി. ഞാൻ ഈ സ്റ്റോക്ക് ഇൻട്രാഡേ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രൈഡേ. ഞാനൊരു 406, 407 ലെവലിൽ ഈ സ്റ്റോക്ക് സെല്ല് ചെയ്തു. അപ്പോൾ ഞാൻ ഇൻട്രാഡേ ലെവൽസ് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല, കാര്യം കുറച്ച് റിസ്ക്കി ആയതുകൊണ്ട് ഞാൻ ഇൻട്രാഡേ ലെവൽസ് അങ്ങനെ ഷെയർ ചെയ്യാറില്ല. ബട്ട് ഒരുപാട് പേർക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് വരുന്ന ഡേയ്സിൽ ഞാൻ ഇൻട്രാഡേ ലെവൽസ് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കാം സ്റ്റോക്സിൻ്റെ. അപ്പോൾ നിങ്ങൾക്കും കാണാൻ അത് യൂസ്ഫുൾ ആവുന്നവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ. ഓക്കെ, അപ്പോൾ വരുന്ന ഡേയ്സിൽ ഞാൻ ഇൻട്രാഡേ ലെവൽസ് ഷെയർ ചെയ്യാം. അപ്പോൾ 405 ആണ് ഇപ്പോഴത്തെ നിലവിലെ പ്രൈസ്. ഒരു IPO ബേസ് സ്റ്റോക്കാണ്, നിങ്ങൾ കണ്ടാൽ അറിയാം. ആ സ്റ്റോക്ക് ഇവിടെ സ്ട്രോങ് ആയിട്ട് ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് 423 ആൻഡ് 440 ആണ് എൻ്റെ ടാർഗറ്റ്. ഞാൻ തിങ്കളാഴ്ച മേ ബി സ്വിംഗ് ട്രേഡിന് വേണ്ടി എൻ്റർ ചെയ്യും. ബട്ട് അതിന് നിഫ്റ്റിയും കൂടെ സപ്പോർട്ട് ചെയ്യണം. ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്തിട്ട് ഞാൻ എൻ്റർ ചെയ്യാൻ ശ്രമിക്കും. ഉള്ളത് സ്ട്രോങ് സ്റ്റോക്കുകളിൽ ഒന്നാണ് ബെൻസാൾ വയർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് വീക്ക് ഈ സ്റ്റോക്കിൻ്റെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 379 താഴെയാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. ആൻഡ് ഉറപ്പില്ല. അപ്പോൾ തിങ്കളാഴ്ചത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ചായിരിക്കും ഞാൻ സ്വിംഗ് ട്രേഡിന് വേണ്ടി എൻ്റർ ആവുക. ഓക്കെ, 379 താഴെ ആയിരിക്കും എൻ്റെ സ്റ്റോപ്പ് ലോസ്. അടുത്ത സ്റ്റോക്ക് ACME സോളാറാണ്. നമ്മൾ നിഫ്റ്റിയുടെ പെർഫോമൻസ് കണ്ടു, നിഫ്റ്റിയുടെ ചാർട്ട് കണ്ടു, ഭയങ്കര റെഡ് വോളിയം ആയിരുന്നു. ബട്ട് അത് വെച്ച് നോക്കുമ്പോൾ ACME സോളാറിൻ്റെ പെർഫോമൻസ് നോക്കിയേ, ഇത്രയും ഒരു കൺസോളിഡേഷന് ശേഷം 1, 2, 3, 4, 5 കൺസിക്യൂട്ടീവ് ഡേയ്സായിട്ട് ഈ സ്റ്റോക്ക് അപ്സൈഡ് കയറിയാണ്.
ആൻഡ് ഇത് കൊള്ളാം. 295 മുകളിൽ നല്ല ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്. ആൻഡ് നമുക്കിവിടെ ഒരു റീടെസ്റ്റ് കിട്ടുമെന്ന് നമുക്ക് വാച്ച് ചെയ്യാം. 267 ലെവലിലേക്കൊക്കെ റീടെസ്റ്റ് കിട്ടി ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് എൻ്റെ ടാർഗറ്റ് വന്നിട്ട് 325 ആയിരിക്കും. അപ്പോൾ ACME സോളാർ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിലിടുക. ഓക്കെ, അടുത്തത് EIEL ആണ്. ഈ സ്റ്റോക്ക് ഞാൻ ട്രേഡ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 267 ലെവൽസിലാണ് ഞാൻ ട്രേഡ് ഷെയർ ചെയ്തത്. ആൻഡ് ഇപ്പോൾ 275 മുകളിൽ ഈ സ്റ്റോക്ക് സ്ട്രോങ് ക്ലോസ് തന്നിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ഫോർ എ റീടെസ്റ്റ് നൗ. അപ്പോൾ കൂടുതൽ സ്റ്റോക്സ് ആഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് സ്റ്റോക്സ് ഇത് റീടെസ്റ്റ് കിട്ടുമെന്ന് നമുക്ക് ശ്രമിക്കാം. 260 ലെവൽസിലൊക്കെ റീടെസ്റ്റ് കിട്ടിയാൽ നന്നായിരുന്നേനെ. മോസ്റ്റ്ലി ഒരു ഞാനിതിൻ്റെ മുന്നത്തെ സ്റ്റോപ്പ് ലോസ് തന്നിരുന്നത് 209 താഴെയാണ്. ആൻഡ് നമുക്കിപ്പം സ്റ്റോപ്പ് ലോസ് കൂട്ടാം, പക്ഷെ കുറയ്ക്കാം. ഈ ഒരു 260 240 റേഞ്ചിന് താഴെ വരികയാണെങ്കിൽ ഇതാണ് ഈ റെഡ് ലൈൻ. ഈ ഒരു സ്വിംഗ് ലെവൽക്ക് താഴെ വരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് വീണ്ടും വീക്കാവും. കാര്യം മാർക്കറ്റാണ്, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ഈ സ്റ്റോക്ക് എൻവിറോ EIEL ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുക. ആൻഡ് വീക്ക് ബിലോ ദിസ് റെഡ് ലൈൻ ഈ സ്റ്റോക്ക് എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ എന്താ പറയുക കമ്പൽസറി ആയിട്ട് ഇടാൻ ശ്രമിക്കുക. കാര്യം മൊമെൻറ്റം തന്നൊരു സ്റ്റോക്കാണ്. കണ്ടിന്യൂവേഷനും നമുക്ക് പ്രതീക്ഷിക്കാം. 290 ആൻഡ് 340 ലെവൽസിലേക്ക് ഈ സ്റ്റോക്ക് വരുന്ന വീക്സിൽ പോകാൻ സാധ്യതയുണ്ട്. അടുത്ത സ്റ്റോക്കാണ് റൊസാരി. അപ്പോൾ ടെക്നിക്കലി ഈ സ്റ്റോക്ക് ഒരു 840 റേഞ്ചിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. ബട്ട് ടൈം എടുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ പേഷ്യൻ്റായിട്ട് ഇരിക്കാൻ കഴിവുള്ളവർ മാത്രമേ ഈ സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാവൂ. ആൻഡ് ഇതിൻ്റെ സപ്പോർട്ട് റേഞ്ച് ഇതാണ് 640 to 650 റേഞ്ചാണ് ഇതിൻ്റെ സപ്പോർട്ട്. അതിൻ്റെ താഴെ ഈ സ്റ്റോക്ക് വീക്കാവും. ബട്ട് ഈ ഒരു 720 എന്നുള്ള റേഞ്ച് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത സെക്കൻഡ് ടാർഗറ്റ് 754 ആൻഡ് 842 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്സ് വരുന്ന മന്ത്സ് ചിലപ്പോൾ 1 മന്തോ 2 മന്തോ ഒക്കെ എടുത്തെന്നിരിക്കും. ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിരിക്കും. ആൻഡ് 720 ഈ റേഞ്ച് സ്ട്രോങ്ലി ബ്രേക്കൗട്ട് ചെയ്താൽ മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് റൊസാരി ബയോടെക് വാച്ച് ലിസ്റ്റിൽ ഇടുക. ഈ 640 റേഞ്ചിന് താഴെ പോയാൽ ഈ സ്റ്റോക്ക് വീക്കാവും, സ്റ്റോപ്പ് ലോസ് അടിക്കും. മറിച്ച് അല്ലാത്ത പക്ഷം ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. 840 റേഞ്ചിലേക്കൊക്കെ ടെക്നിക്കലി എത്താൻ സാധ്യതയുണ്ട്. എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം. ഓക്കെ, റൊസാരി ബയോടെക്. അടുത്ത സ്റ്റോക്ക് കാർട്രേഡാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നമ്മളിതാണ് നോക്കേണ്ടത്. നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു, ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു. അപ്പോൾ ബയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് ഏകദേശം ഉറപ്പുള്ളൊരു സ്റ്റോക്കാണ് കാർട്രേഡ് ടെക്. 1899 എന്നുള്ള റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സ്ട്രോങ്ലി ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് വോളിയം പോലും നല്ല രീതിയിൽ ഉണ്ട്. ആൻഡ് സോ നമുക്കിവിടെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് വരുന്ന വീക്സിൽ എക്സ്പെക്ട് ചെയ്യാം. എൻ്റെ ടാർഗറ്റ് 2000 ആൻഡ് 2290 ആണ് എൻ്റെ ടാർഗറ്റ്. ആൻഡ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കാവുന്നത് ഈ ഒരു സപ്പോർട്ട് റേഞ്ചിന് താഴെയാണ്. ഇപ്പോൾ ഒരു ഡിപ്പ് വരാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ മാർക്കറ്റ് മൺഡേ ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ മേ ബി ഒരു ഡിപ്പ് വരാം. അങ്ങനെയെങ്കിൽ ഈ റേഞ്ചിലൊക്കെ ഈ സ്റ്റോക്കിന് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. 1765 ആൻഡ് 1650 എന്നുള്ള റേഞ്ചൊക്കെയാണ് ഇതിൻ്റെ സപ്പോർട്ട് റേഞ്ച് വരാൻ പോകുന്നത്. ഇപ്പോൾ മൺഡേയിലും അല്ലെങ്കിൽ ട്യൂസ്ഡേയിലൊക്കെ വീക്ക്നെസ് വന്ന് ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വരികയാണെങ്കിൽ 1650 താഴെ പോയാൽ ഈ സ്റ്റോക്ക് വീക്കാവും. അല്ലാത്ത പക്ഷം നല്ല മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. കാർട്രേഡ് ടെക് കമ്പൽസറി വാച്ച് ലിസ്റ്റിൽ ഇടേണ്ട ഒരു സ്റ്റോക്കാണ് കാർട്രേഡ് ടെക് ലിമിറ്റഡ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് KSB ആണ്. നിങ്ങൾ നോക്കിയേ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സെറ്റപ്സിൽ ഒന്നാണ്. നിങ്ങൾ ഈ സ്റ്റോക്കിൻ്റെ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഹൈ തന്നു ആൻഡ് ലോ തരുന്നുണ്ട്. ഒരു ഹൈ ആൻഡ് ലോ, ഹൈ ലോ, ഹൈ ആൻഡ് ലോ. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റും അങ്ങനെയാണ്. ഹയർ ലോ തന്നാണ് ഈ സ്റ്റോക്ക് പോകുന്നത്. ആൻഡ് നൗ ഈ സ്റ്റോക്ക് ഒരു ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്. 879 റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. എബോവ് 900 964 വരെയൊക്കെ ഈ സ്റ്റോക്ക് പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഡിപ്സിലൊക്കെ വരാൻ നേരത്ത് നമുക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ അങ്ങനെയായിരിക്കും എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ കണ്ടു. ഹയർ ലോ തന്നിട്ടാണ്. അപ്പോൾ മേ ബി ഒരു ഡിപ്പ് തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്സിൽ ആഡ് ചെയ്താൽ നമുക്കിപ്പോൾ ഈ ഹയർ ലോ വരുമ്പോഴത്തേക്കും പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ എടുത്ത പോയിൻറ്റിന് താഴെ പോകുമ്പോഴത്തേക്ക് വീണ്ടും ഇടിഞ്ഞ് താഴുമെന്നുള്ള ഭയം വരും. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ സ്റ്റോക്ക് ഡിപ്സിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ അതായിരിക്കും എൻ്റെ ട്രേഡിംഗ് പ്ലാൻ അതാണ്. KSB ലിമിറ്റഡ് ഒരു ഡിപ്പ് വന്ന് ആഡ് ചെയ്തിട്ട് ഹയർ ലോ എന്നുള്ള ഒരു ടെൻഷൻ ഇല്ലല്ലോ പിന്നെ. അപ്പോൾ 964 വരെയൊക്കെ ട്രേഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക കേട്ടോ, KSB ലിമിറ്റഡ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് റെലിഗെയർ ആണ്. നിങ്ങൾ നോക്കിയേ 3 ഡേയ്സ് ആയിട്ട് ഈ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കിയേ നല്ല രീതിയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ആൻഡ് കണ്ടിന്യൂവേഷൻ ആണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് 240 ഈ ഒരു റേഞ്ചിലേക്ക് മേ ബി റീടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സാധ്യതയില്ല. കാര്യം അത്രയ്ക്ക് മൊമെൻറ്റം ഉണ്ട് സ്റ്റോക്ക്. ആൻഡ് നമുക്ക് ഡിപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഒരു സ്ട്രാറ്റജി. ഞാൻ ഈ സ്റ്റോക്ക് ഡിപ്സിൽ ആഡ് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ. കാര്യം ഇപ്പം കുറച്ച് എക്സ്റ്റെൻഡാണ്. ഈ സ്റ്റോക്ക് നല്ലൊരു മൂവ്മെൻറ്റ് തന്നു അല്ലേ. ബട്ട് നമുക്കൊരു ഡിപ്പ് കിട്ടിയാൽ നമുക്ക് ഇവിടെ നിന്നൊരു സപ്പോർട്ട് നല്ലൊരു എന്താ പറയുക സപ്പോർട്ട് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റോക്ക് ആഡ് ചെയ്യും. എൻ്റെ ടാർഗറ്റ് 300 ആൻഡ് 323 ആയിരിക്കും. റെലിഗെയർ എന്ന സ്റ്റോക്കാണ് സ്റ്റോക്കിൻ്റെ പേര്. എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം. ഓക്കെ,
അടുത്തത് SGLTL ആണ്. നല്ല മൊമെൻറ്റം തന്ന ഒരു സ്റ്റോക്കാണ് ഫ്രൈഡേ. നിങ്ങൾ നോക്കിയേ, ആൻഡ് 198ഉം 235 റേഞ്ചിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു വിശ്വാസപ്രകാരം ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ ഈ സ്റ്റോക്ക് ഒരു മൾട്ടി ബാഗർ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം മോസ്റ്റ്ലി. കാര്യം നല്ല ടെക്നിക്കൽസും സാമാന്യമുണ്ട്, ഓർഡർ ബുക്കൊക്കെ സ്ട്രോങ് ആണ്. സോ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നാണ് വരുന്ന വീക്സിൽ. ഇപ്പോൾ STLTL എന്നാണ് ഈ സ്റ്റോക്കിൻ്റെ പേര്. ഇപ്പോൾ 180 റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നു. സപ്പോർട്ട് റേഞ്ച് വരുന്നത് 162 ആണ്. 162ൻ്റെ താഴെ പോയാൽ മാത്രമേ ഈ സ്റ്റോക്ക് വീക്ക് ആവത്തുള്ളൂ. അല്ലാത്ത പക്ഷം വരുന്ന വീക്സിൽ 198 to 300 റേഞ്ചിലേക്കൊക്കെ ഈ സ്റ്റോക്ക് ഒരു മൊമെൻറ്റം തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 2 or 3 മന്ത്സ് നല്ല പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് സ്റ്റാൻഡേർഡ് ഗ്ലാസ് ലൈൻ ടെക് എന്ന കമ്പനി. അപ്പോൾ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം. ഓക്കെ, അടുത്തതാണ് ബൽറാംപൂർ ചീനി മിൽസ്. ഷുഗർ സ്റ്റോക്കാണ്. അപ്പോൾ ബൽറാംപൂർ ചീനി മിൽസ് സ്ട്രക്ചറലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ സ്റ്റോക്ക് പോകുന്നത്. ഒരു 626 റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഈ സ്റ്റോക്ക് ബ്രേക്കൗട്ടിന് ശേഷം മാത്രമായിരിക്കും എടുക്കുന്നത്. 626 റേഞ്ചിന് മുകളിൽ ബ്രേക്കൗട്ട് ചെയ്യുവാണെങ്കിൽ എൻ്റെ ടാർഗറ്റ് 668 ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. ബ്രേക്കൗട്ടിന് വേണ്ടി ഞാൻ ഇത് സ്റ്റോക്കിൽ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ഷുഗർ സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് ഒക്കെ അങ്ങനെ ആയതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് പ്രീമിയർ എനർജീസ് ആണ്. ആൻഡ് ഉള്ളതിൽ കുറച്ച് നല്ല പെർഫോം ചെയ്ത സ്റ്റോക്കാണ് പ്രീമിയർ എനർജീസ്. എൻ്റെ ടാർഗറ്റ് 1172 ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിലിട്ട് വയ്ക്കുക. ആൻഡ് ഇതിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് വരുന്നത് 1000 റേഞ്ചിലൊക്കെയാണ്. ഒരു 100 പോയിൻറ്റ്സ് താഴെയാണ് ഇതിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് റേഞ്ച് വരുന്നത്. പെർഫോം ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും വാച്ച് ലിസ്റ്റിലിട്ടേക്കാം. ഓക്കെ, ആൻഡ് അടുത്ത സ്റ്റോക്ക് UTI AMC എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. UTI AMC നിങ്ങൾ നോക്കി ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് തന്ന സ്റ്റോക്കാണ്. ആൻഡ് ഇതിൻ്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ 1290 മുകളിൽ ഈ ഒരു സപ്പോർട്ട് കണ്ടോ, ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് ചെയ്താണ് ഈ സ്റ്റോക്ക് UTI AMC കയറിപ്പോയത്. സോ ഇതിൻ്റെ താഴെ 1290 താഴെ 1299 ഈ റേഞ്ചിന് താഴെ ക്ലോസ് ചെയ്താൽ മാത്രമേ ഈ ഒരു സ്റ്റോക്ക് വീക്ക് ആവത്തുള്ളൂ. 1290 ഈ സ്റ്റോക്ക്. ആൻഡ് എൻ്റെ ടാർഗറ്റ് വന്നിട്ട് 1401 ആൻഡ് 1522. ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് സ്റ്റോക്കാണ്. അപ്പോൾ നിഫ്റ്റി പെർഫോം ചെയ്താൽ ഈ സ്റ്റോക്കെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ഇപ്പോൾ UTI AMC എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റ് ഇടുക. കാര്യം ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഞാൻ തിരഞ്ഞെടുത്തത്. ആൻഡ് ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിൽ ആൻഡ് ഒരു ഫോളോ അപ്പ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്, ബട്ട് സ്ട്രോങ് അല്ല. നമുക്ക് നോക്കാം. ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കാം, UTI AMC. അടുത്ത സ്റ്റോക്ക് ക്വാഡ് ഫ്യൂച്ചറാണ്. ആൻഡ് ഈ സ്റ്റോക്ക് ടെക്നിക്കലി ഒരു IPO സ്റ്റോക്കാണ്. ആൻഡ് നിങ്ങൾ നോക്കിയാൽ അറിയാം ഈ സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നതിന് കുറച്ച് കാര്യമുണ്ട്. ഇതൊരു ഷ്രിങ്ക് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. ഓക്കെ, ഈ സ്റ്റോക്ക് ആദ്യം ഡൗൺ സൈഡ് വന്നത് മോസ്റ്റ്ലി ഒരു 46-45% ആണ് വന്നത്. ആൻഡ് സെക്കൻഡ് ടൈം ഡൗൺ സൈഡ് വന്നപ്പോഴത്തേക്കും അപ്പ് പോയി ഡൗൺ സൈഡ് വന്നപ്പോഴത്തേക്കും മോസ്റ്റ്ലി ഒരു 30% വന്നിട്ടുണ്ട്. ആൻഡ് തേർഡ് ടൈം ഡൗൺ സൈഡ് വന്നപ്പോൾ ഈ സ്റ്റോക്ക് വന്നത് മോസ്റ്റ്ലി ഒരു 14% വന്നിട്ടുണ്ട്. കാര്യം ഷ്രിങ്ക് ചെയ്യുന്ന ഒരു കോൺട്രാക്ഷൻ കാണിക്കുന്ന സ്റ്റോക്കാണ്. ആൻഡ് ഞാൻ ക്വാഡ് ഫ്യൂച്ചർ ഇട്ടേക്കുന്നത് ഒരു ബ്രേക്കൗട്ട് 473ക്ക് മുകളിൽ സ്ട്രോങ് ആയിട്ട് തന്നാൽ മോസ്റ്റ്ലി 579 to 600 ഈ ഒരു ഹൈയിലേക്ക് 600 റേഞ്ചിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. മോസ്റ്റ്ലി ഞാൻ പറയില്ല, കോൺട്രാക്ഷൻ തരുന്ന ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ കോൺട്രാക്ഷൻ എന്താണ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ വരുന്ന വീക്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ടെക്നിക്കലി ഞാൻ ഈ സ്റ്റോക്ക് ഇടുന്നുണ്ട്. ആൻഡ് സ്ട്രോങ് ബ്രേക്കൗട്ട് ഉണ്ടായാൽ മാത്രമേ ഞാൻ ഇതിൽ എൻ്റർ ചെയ്യത്തുള്ളൂ. ഞാനിത് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെല്ലാം അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ നിലവിൽ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ക്വാഡ് ഫ്യൂച്ചർ എന്നുള്ള സ്റ്റോക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റ് ഇടുക. വരുന്ന ദിവസത്തിൽ ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ പഠിക്കാൻ ശ്രമിക്കുക. ടെക്നിക്കലി എന്താണ് ഈ സ്റ്റോക്കിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ വരുന്ന വീക്സിൽ സ്പെഷ്യൽ വീഡിയോ ആയിട്ടിട്ട് നിങ്ങളുമായിട്ടെല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിലെയും ഇത്രയും സ്റ്റോക്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ടോട്ടലി ഞാൻ പറഞ്ഞു, എടുത്തു ചാടി ആരും സ്റ്റോക്സിൽ ഈ വീക്ക് എൻ്റർ ചെയ്യരുത്. കാര്യം വീക്ക്നെസ് ഉണ്ട് മാർക്കറ്റിൽ. ഇപ്പോൾ നിഫ്റ്റി ഒരു സപ്പോർട്ട് റേഞ്ചിൽ നിന്ന് ട്രേഡ് അപ്പ് പോകാൻ ശ്രമിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഞാൻ പോലും എൻ്റർ ചെയ്യത്തുള്ളൂ. സോ നിങ്ങളും കോഷ്യസ് ആയിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.